കുറച്ചധികം കലാകാരികളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് പേര്? ശ്രേയ. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? NSS കൽപ്പറ്റ. കൽപ്പറ്റ NSS. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു മത്സരത്തിന്? ഉറുദു ഗ്രൂപ്പ് സോങ്. ഗ്രൂപ്പ് സോങ് ആണല്ലേ? ഓക്കെ. ഒന്ന് നമുക്ക് പെർഫോം ചെയ്ത് കാണിക്കാമോ? ഓക്കെ. महफिल शायरी की मेहमानों आदाब, ये गीत इंसान की तलाश में निकले हैं आदमी, दिन की गली में ढूंढते हैं आज आदमी. ओहो 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 सरिगमपा सनिदपमा निरिगरिसा निरिगरिसा. इंसान की तलाश में निकले हैं आदमी, दिन की गली में ढूंढते हैं आज आदमी. आ आहा हा हा आहा आहा हा हा. इंसान की तलाश में निकले हैं आदमी, दिन की गली में ढूंढते हैं आज आदमी. शब के अंधेरे में भी फिरे हैं वो बार बार, पर क्या मिला उन्हें कहीं इंसान मिलनसार. शब के अंधेरे में भी फिरे हैं वो बार बार, पर क्या मिला उन्हें कहीं इंसान मिलनसार. पर क्या मिला उन्हें कहीं इंसान मिलनसार. इंसान की तलाश में निकले हैं आदमी, दिन की गली में ढूंढते हैं आज आदमी. दिन की गली में ढूंढते हैं आज आदमी आज आदमी. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. ഈ കൈ കടിക്കുന്നവർക്ക് നല്ല കൃത്യം താളത്തിലുള്ള രീതിയിലുള്ള പാട്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. അവർ നമുക്ക് ലിജോയും ഞാനൊക്കെ അവിടെ മാറി നിന്നിട്ട് ഒന്ന് താളം പിടിക്കായിരുന്നു അതിനൊപ്പം. വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ട്. എന്തായാലും വളരെയധികം നന്ദി. എ ഗ്രേഡ് ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും വളരെയധികം നന്ദി രാവിലെ തന്നെ ഞങ്ങൾക്ക് വന്ന് നല്ല ഒരു പാട്ടൊക്കെ തന്നതിന്. ഓക്കെ. എന്തായാലും നമുക്കപ്പോൾ ഒരു അതിഥിയുണ്ട്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു വിഷമം ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ടാവും. അവർക്ക് മറ്റ് വേദികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എങ്കിൽ പോലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം പങ്കുവയ്ക്കുന്നവരുണ്ടാവും. അങ്ങനെ അതിലൊരാളാണ് പ്രിയങ്ക എന്ന് തോന്നുന്നു അല്ലേ? പ്രിയങ്ക, സംസ്ഥാന സ്കൂൾ കലോത്സവം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. എല്ലാ തൃശ്ശൂർക്കാരെ പോലെയും ഒരുപാട് അഭിമാനം തോന്നുന്നു. ഈ കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിലായതും അതിൻ്റെ ആസ് എൻ ഓഡിയൻസ് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതും ഒരുപാട് സന്തോഷം. പ്രിയങ്ക CBSE കലോത്സവത്തിലായിരുന്നു പങ്കെടുത്തിരുന്നത് അല്ലേ? അതെ, ഞാൻ CBSE ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ ആസ് എൻ ഓഡിയൻസ് അത് കാണാനും ആസ്വദിക്കാനും പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. കേരളോത്സവത്തിൽ കലാതിലകമായിരുന്നു. അതെ. ഏതൊക്കെയായിരുന്നു ആയിട്ട്? 2015-16 കേരളോത്സവ കലാതിലകമായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം. ഇതിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്നിപ്പോൾ എന്താ ഇവിടെ പെർഫോം ചെയ്യാം? ഭരതനാട്യം ചെയ്യാം. അപ്പോൾ ഒന്ന് ഭരതനാട്യ പെർഫോമൻസ് ഒന്ന് കാണാം. ഇതുപോലെ ഒരുപാട് കലാകാർ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. ഇന്നലെ അശ്വിനി നമ്പ്യാർ വന്നു. അശ്വിനി നമ്പ്യാരുടെ മനോഹരമായ ഒരു കുച്ചിപ്പുടി നൃത്തം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഭരതനാട്യമാണ്. പ്രിയങ്കയുടെ മനോഹരമായ ഭരതനാട്യം. മുഖത്തൈ കാട്ടിയേ ദേഹം
സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു? ആക്ച്വലി ഞാനൊരു ഭരതനാട്യം ഡാൻസറാണ്. സോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഭാവഭംഗി, ആ ഭാവത്തിൽ വരുന്ന ഓരോരോ ഇതാണെങ്കിലും തന്നെ ഭയങ്കരമായിട്ട് എനിക്കൊരു നൊസ്റ്റു അടിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഏതൊക്കെ പെർഫോമൻസ് കണ്ടു? ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. ഭരതനാട്യം, മോഹിനിയാട്ടം കണ്ടു, സംഘനൃത്തം കണ്ടു. അതെ. എന്താണ് നമ്മുടെ ഈ പുതിയ കുട്ടികളുടെ ഒരു പെർഫോമൻസ് അതുകൂടി ചോദിക്കണ്ടല്ലോ. ഈ കലാമേഖലയിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ ചോദിക്കണം, എങ്ങനെയുണ്ട് അവരുടെയൊക്കെ പെർഫോമൻസ്? ഒരുപാട് കഴിവുള്ള നർത്തകികളാണ്. അതേപോലെ ഒരുപാട് നമ്മൾ മത്സരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൊറിയോഗ്രാഫീസ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും എല്ലാത്തിലും ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി മെച്ചപ്പെട്ട നല്ല പെർഫോമൻസസ് ഇനിയും അടുത്ത കൊല്ലങ്ങളിൽ വരട്ടെ. ഈ സംഘനൃത്തത്തിലൊക്കെ നമുക്ക് പൊതുവെ ഒരു രീതി ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പൊളിച്ചെഴുതിയിട്ട് ബാലാമണി വരെ സ്റ്റേജിൽ എത്തുന്നത് നമ്മൾ കണ്ടു അല്ലേ? അങ്ങനെയുള്ള മാറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണോ? ഡെഫിനറ്റ്ലി ഇപ്പോൾ സംഘനൃത്തത്തിലായാലും ഭരതനാട്യത്തിലായാലും ഒരുപാട്, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലായാലും ഒരുപാട് കണ്ടംപററി തീംസ് പുതിയ തീംസ് നമ്മൾ കാണുന്നുണ്ട്. അതിനെ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആർട്ട് ഫോമിൻ്റെ എസൻസ് നഷ്ടപ്പെടാതെ, ആ രീതിക്കുള്ള കൊറിയോഗ്രാഫീസും അതിൻ്റെ ആ ഒരു സ്റ്റൈല് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആ കലാകാരിയുടെ ഒരു കൺസേൺ ആണ് അവസാനം പറഞ്ഞത്. ഏതാണെങ്കിലും ഈ തവണത്തെ കലോത്സവത്തിലെ പിള്ളേരുടെ വൈബും അവരുടെ മെന്റൽ സ്ട്രെങ്തും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് പണ്ടത്തെ പോലെ കരയോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അപ്പം അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഇനി അവർക്കിതൊരു മത്സരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ആവേശമാണ്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊരു വലിയ മാറ്റമല്ലേ? സൈഫിന് അറിയാമല്ലോ, നമ്മൾ കലോത്സവത്തിന് വന്ന ഇത്തവണ വളരെ ചുരുങ്ങിയ കലങ്ങിയ കണ്ണുകളെ കണ്ടിട്ടുള്ളൂ. അതെ, വളരെ എല്ലാവരും ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുന്നു. അപ്പൊ തന്നെ എല്ലാവരും കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി എന്ന് തോന്നുന്നു അല്ലെ? ഒരു മത്സരം എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി പ്രൊഫഷണലായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കലോത്സവത്തിന്റെ പ്രത്യേകത. ഓഡിയൻസും നമുക്ക് കുറച്ചധികം കലാകാരന്മാരുണ്ട് അല്ലേ? ആരാണ് അശ്വതി കൂടെയുള്ള? നമ്മുടെ കൂടെ നിൽക്കൂ, കഴിഞ്ഞില്ലേ, സെറ്റായില്ലേ? നമ്മുടെ കൂടെ ഉള്ളത് വഞ്ചിപ്പാട്ട് ടീമാണ്. എവിടെ നിന്നുള്ള ടീമാ? പത്തനംതിട്ട. ആറന്മുളയാണോ? ആറന്മുള എന്നുള്ള വഞ്ചിപ്പാട്ട് ടീം എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ പ്രത്യേകത? അതാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം അവരിങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു പെർഫോമൻസ് ആവാലോ അല്ലെ? ആയിക്കോ. വിശ്വനാഥൻ. വിശ്വനാഥനായ നിന്നെ, വിശ്വനാഥനായ നിന്നെ, വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. തൈ തകത തീതകതോ തകതീയതിത്തോ ദിത്തോ ദിഗിതോ. ആശ്രയം മറ്റാരുമില്ലേ, തകതൈതൈതോ. ആശ്രയം മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ല അച്യുതനാണേ ദൈ. ആശ്രയം മറ്റാരുമില്ല അച്യുതനാണേ ദൈ. ആശ്രയം മറ്റാരുമില്ല അച്യുതനാണേ. ഓ തൈ തകത തീതകതോ തകതീയതിത്തോ ദിത്തോ ദിഗിതോ. ഏത് സ്കൂളിൽ നിന്ന് നിങ്ങൾ വരുന്നേ? പത്തനംതിട്ട. ഓക്കെ, മാർത്തോമ സ്കൂളിൽ നിന്ന് അല്ലേ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലെല്ലാവരും? കൊറേ പേർക്കൊക്കെ ഇത് ഇത്തവണ അതെ പ്ലസ് ടു ആണെന്ന് തോന്നുന്നല്ലോ, വലിയ മീശയൊക്കെ വെച്ചിട്ട്. എന്തായാലും ഇവരുടെ അവസാനത്തെ കലോത്സവം കൂടിയാണ് ഒരുപാട് പേരുടെ അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് പേരുടെ, അതുകൊണ്ട് കുറച്ചുകൂടെ ഇമോഷണലി തൃശ്ശൂരിനോട് ഒരു ഓർമ്മയുണ്ടാകും അല്ലെ? അല്ല,
സൈഫ്, ഞാൻ കേട്ടിട്ടുള്ളത് ഈ ആറന്മുളക്കാർക്ക് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് ഒരു മത്സരം മാത്രമല്ല, അവർക്കൊരു ഭക്തിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ? ദൈവീക കലയായോണ്ടാണ്. താങ്ക് യു. ഒരു കാര്യം കൂടി, ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികൾ, ഒരേ കുടുംബത്തിൽ നിന്ന് 3 പേര്, അവരുടെ പ്രകടനങ്ങൾ കൂടിയുണ്ട് നമ്മുടെ. അയ്യോ, 3 പേരും പോയോ? പേരെന്താണ്? 3 പേരെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പണിയാണ്. 3 പേരും ഒരേ എന്താണ് പേരെന്താണ്? ദേവദത്ത്. ഉത്തര. പ്രണത്ത്. പ്രണതാണ് കുറച്ചുകൂടെ നല്ല പവർ കൂടുതലാണ്. പ്രണത് ഏത് ക്ലാസ്സിലാ? ഞാൻ 8th. 8th. ഓക്കെ. ഞാൻ 12th ആണ് ഇപ്പം. 8th തന്നെ. പ്രണത് 8th ആണോ? അതെ. അതെങ്ങനെ ശരിയാകും? ഓക്കെ, അപ്പോ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ ഒരു ഇംഗ്ലീഷ് റെസിറ്റേഷൻ കേൾക്കാം. അത് തന്നെ ചെയ്താൽ മതിയല്ലോ. That's my last duchess painted on the wall, looking as if she were alive. I call that piece a wonder now, for a Pandav's hands worked busily a day, and there she stands. Will it please you sit and look at her? I said, for a Pandav by design, for never read strangers like you that pictured countenance, the depth and passion of its earnest glance. But to myself they turned, since none puts by the curtains I have drawn for you, but I. ഓക്കെ, ഇത് ഏതിലാണ്? ഇത് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന പദ്യമാണ്. അത് റോബർട്ട് ബ്രൗണിങ് എഴുതിയതാണ്. ഒരു പാട്ട് പാടാൻ പറ്റുമോ? കവിത ചൊല്ലോ. തല കുനിച്ചു ഞാൻ നിൽക്കുന്നു, കാലിലെ കയറഴിച്ചോളൂ, പാഞ്ഞു പോകില്ല ഞാൻ വെറുതെ ശിരോലങ്കാരം, ഈ ദിവ്യഫലിതം എൻ കൊമ്പ് വേണ്ട തെല്ലും ഭയം, വെറുതെയാണിക്കുളമ്പുകൾ പുല്ലിലെ പുഴുവിനെ കാൺകെ മാറിച്ച വിട്ടുവോർ, വെറുതെ പല്ലുകൾ കാടിക്കടിയിലെ തവിടു ചേറുവാൻ, വൈക്കോൽ ചവയ്ക്കുവാൻ അവയിലില്ല മെരുങ്ങാത്ത നായിൻ്റെ നിണമൊലിക്കുന്നൊരാർത്തികൾ, മൂർച്ഛകൾ. ഓക്കെ, എന്താണ് ഇനി പ്രണത, നമുക്ക് എന്താണ് ശ്ലോകം? വീണുനാഥ കൃതദാനദാനകള ഗാനരാഗഗതിയോജന, ലോഭനീയ മൃദുപാദ പാദ കൃതതാളമേളന മനോഹരം, പാണിസംഗ്വണിത കങ്കണം ചമുഹുരം സലംബിതകരാംബുജം, ശ്രോണിബിംബചലദംബരം ഭജദരാസകേളി രസഡംബരം. ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്റലക്ച്വൽ കലാകുടുംബമാണ്. അതെ. താങ്ക് യു. എന്തായാലും നമുക്ക് കുറച്ച് സമയപരിമിതി ഉണ്ട്. ഈ ഒരു ടീം എന്ന് പറയുന്നത്, ലെവിനെ, ഞങ്ങൾ ഇന്ന് തൃശ്ശൂരിനോട് വിട പറയുകയാണ്. അപ്പോൾ ഇനി എന്നാണ് എവിടെ വെച്ചാണ് കാണാൻ നമുക്ക് പറയാൻ പറ്റില്ല. കലോത്സവത്തിനോട് വിട പറഞ്ഞ് ഈ ടീം മടങ്ങുകയാണ്. നമുക്ക് പിന്നിൽ, ക്യാമറയ്ക്ക് പിന്നിലും ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടുത്താനുള്ളൊരു സമയമില്ല, കാരണം സമയപരിമിതി ഉണ്ട്. എങ്കിൽ പോലും എന്താ അജിത്തെ പറയാനുള്ളത് ഈ തൃശ്ശൂർ കലോത്സവത്തിനോട് വിട പറയും? ഒരു ടീമായിരുന്നു. ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകെ റിപ്പോർട്ടർമാര്, ക്യാമറമാന്മാര്, ടെക്നീഷ്യന്മാര്, എല്ലാവരും, എഡിറ്റർമാരെല്ലാവരും കൂടി ചേർന്നൊരു വലിയ ടീമായിരുന്നു. അവരെ നമ്മളൊപ്പം നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയ സാരഥിമാര്. അങ്ങനെ ഈ ടീം എന്ന് പറയുന്നത് ഒരു വൈബായിരുന്നു. ആ സ്നേഹം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ലെവിനോട് ഇപ്പം പറഞ്ഞില്ല ഇനി എന്നാ കാണുക എന്ന് ചോദിക്കാനുള്ള ആ സ്നേഹം ഉണ്ടായ ഒരു കലോത്സവമാണ്. അത്രയും ആഴുണ്ടായ ഒരു കലോത്സവമാണ്. തീർച്ചയായും ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ അഖില? നല്ലൊരു എന്താ പറയാ സംഘാടന മികവുകൊണ്ടും നമ്മുടെ ഒരു ടീമിന്റെ മികവുകൊണ്ടും വളരെ എന്നും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു കലോത്സവമായിരുന്നു. ലിജോ വർഗീസാണ് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ നയിച്ചത്. ഒപ്പം ലെവിനും ഉണ്ടായിരുന്നു. ലെവിൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളിലും എത്തിക്കുകയും ചെയ്തു. താങ്ക് യു ലെവിൻ. 5 ദിവസമായിരുന്നെങ്കിലും അത് വേഗം ഓടിപ്പോയത്. അത്
കുട്ടികളൊക്കെ പോകുന്നത് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലെവിൻ കാര്യം. ഇമോഷണൽ ആവുന്നു. ഇമോഷണൽ ലെവിൻ കരയും. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പെട്ടത് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ന്യൂസ് ഡെസ്കിലേക്ക് തരണം. അതുകൊണ്ട് തന്നെ അത് അടുത്ത വാർത്തകൾ തുടങ്ങേണ്ടതുണ്ട്. കലോത്സവ വാർത്തകൾ മാത്രമല്ല, ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും ചേരാം. ഓക്കെ, നന്ദി, നമസ്കാരം. ഓക്കെ ഗൈസ്, ശരി. അപ്പം എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മളിനി വീണ്ടും വരാം കലോത്സവ വേദിയിലേക്ക്, ഭാവനയിലേക്ക്.